പ്രേക്ഷകരെ, നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ വെൺമണി ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡിൽ തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. തുരുത്തി എന്ന് പറഞ്ഞാൽ കിഴക്കേ തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ എന്തുകൊണ്ട് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളൊരു അമ്പലം നമ്മൾ പ്രേക്ഷകരിലോട്ട് എത്തിക്കാനെ കൊണ്ടാണ് നമ്മളിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അധികം ആരും കാണാത്ത ഒരു അമ്പലമാണ്. ചിലപ്പോൾ വെൺമണിക്കാർ പോലും ചിലപ്പം ഈ അമ്പലം വന്ന് കാണത്തില്ല. കാരണം ഇത് കിഴക്കേ തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു അമ്പലമാണിത്. ലൊക്കേഷനാണ് നിങ്ങളെ കാണിക്കുന്നത്. മൊത്തം റബ്ബറാണ് ഇവിടെ മൊത്തം. ആ റബ്ബറിൻ തോട്ടത്തിന് മധ്യത്തിലായിട്ടാണ് ഈ ഒരു അമ്പലം. മൂർത്തിക്കാവ് ശ്രീഭദ്രകാളി ദേവീക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഭദ്രകാളിയുടെ ക്ഷേത്രമാണ്. ഇത് 13-ാം വാർഡ്, വെൺമണി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയും നാഗേഷിയുടെ പ്രതിഷ്ഠയും മറ്റും ഈ അമ്പലത്തിൽ ഉണ്ട്. കൂടാതെ തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഒരു കാഴ്ചയാണ്. നിങ്ങൾക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. വളരെ നല്ലൊരു ദൃശ്യമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറ തുരുത്തി എന്നൊരു സ്ഥലമാണ് നമ്മളിപ്പം സൂം ചെയ്യുന്ന സ്ഥലം എന്നാൽ പടിഞ്ഞാറ തുരുത്തി. ആ തുരുത്തിയിലും ഇതുപോലെ ഒരു ഭദ്രകാളിയുടെ ദേവീക്ഷേത്രമുണ്ട്. ഇത് കിഴക്കേ തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ വെൺമണി ഉള്ളവരൊക്കെ തന്നെ ഈ അമ്പലത്തിൽ ദർശിക്കുക. നല്ലൊരു കാഴ്ചയാണ്. കാരണം അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളും അമ്പലത്തിലെ കാഴ്ചകളൊക്കെ നല്ല നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്.